വിഷ്ണു ഇങ്ങനെ ഇരിക്കുന്ന എന്താ? വിഷ്ണു ബേസിക്കലി ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു ബലം പിടുത്തമുണ്ടല്ലേ ഇവിടെ വന്നപ്പോ? എനിക്കാ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ് അല്ലേ? അങ്ങനെ ഞാനും അതെ, നാട്ടുകാരും അതെ, വിശ്വസിക്കുകയല്ല അത്. വിഷ്ണു എന്ന് പറയുമ്പോ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുട്ടി അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ വിഷ്ണുവിനുള്ളത്. ബോയ് നെക്സ്റ്റ് ഡോർ അങ്ങനെയാണ് നമ്മളിപ്പോ എല്ലാം വിഷ്ണുവിനെ കണ്ടേക്കുന്നത്. അപ്പൊ വിഷ്ണു ബലം പിടിച്ചിരുന്നിരുന്ന ഇപ്പൊ നാട്ടുകാർ ഇങ്ങോട്ട് കയറുമ്പോൾ തല്ലും. ബലം മതി. സെറ്റിലായാലും ഇപ്പൊ വിഷ്ണുവേട്ടന്റെ മേക്കപ്പ് അസിസ്റ്റന്റ് സുജിൽ ചേട്ടന്റെ ഇഷ്ടം തുടങ്ങി ഷാഫി സാറിന്റെ ഇഷ്ടം വരെ എല്ലാവരുടെയും ഇഷ്ടം നോക്കി ചെയ്ത് അങ്ങനെ എല്ലാരെയും കംഫർട്ടബിൾ ആക്കുന്ന ഒരാളാണ് വിഷ്ണുവേട്ടൻ. പക്ഷെ കുറച്ച് കൂടുതൽ വർത്താനം പറയുന്നത് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, അത് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ മാനസിക എവിടെന്നോ ഇല്ലാത്തൊരു എനർജി വരും. അത് കണ്ടിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അല്ല ഓക്കെ. വിഷ്ണു ശരിക്കും ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാ? ഞാൻ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്, സിബി മലയിൽ സാറിൻ്റെ. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു ചെറിയ വേഷത്തിന് കുഞ്ഞിലേ അച്ഛനും അമ്മയും പറഞ്ഞ അങ്ങനെ കൊണ്ടുവന്നാണ്? ഇല്ല, എനിക്ക് അന്ന് മിമിക്രിക്ക് സ്റ്റേറ്റിൽ പ്രൈസ് ഒക്കെ കിട്ടി, യൂത്ത് ഫെസ്റ്റിവലിൽ കലാകാരനാണ്. അപ്പോൾ നിഷാദ് ഖാൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് സിബി സാറിൻ്റെ. മൻരാജ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. മൻരാജ് ചേട്ടൻ ഒരു ആക്ടറാണ്. മൻരാജ് ചേട്ടൻ്റെ മിമിക്രി ട്രൂപ്പിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൻരാജ് ചേട്ടൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി വിളിച്ചിട്ട് അങ്ങനെ ചെന്നതാണ് സെറ്റിൽ. അപ്പോൾ അതിലൊരു ക്യാരക്ടറിന് വേണ്ടി വിളിപ്പിച്ചത്. പക്ഷെ അത് ഓൾറെഡി വേറൊരു പയ്യനെ ഫിക്സ് ചെയ്തു. എന്നോട് പറഞ്ഞു, അല്ല നീയും കൂട്ടത്തിൽ നിന്നതിൽ കുറേ പിള്ളേർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പിള്ളേരുണ്ട്, ജയിലിൽ കിടക്കുന്ന പിള്ളേരുടെ ലുക്ക് നോക്കുമ്പോൾ ഞാനൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് എന്നെയൊക്കെ പിടിച്ച് അതിൽ നിർത്തി. എന്നിട്ട് അങ്ങനെ അടുത്ത ദിവസം ഷൂട്ടിൽ ഒരു ഡയലോഗ് വന്നപ്പോൾ ഇത് ആര് പറയുമെന്ന് ചോദിച്ചു. കൂട്ടത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അപ്പോൾ നിഷാദ് ഓടി വന്നിട്ട് എടാ നീ പറഞ്ഞോളൂല്ലേ? ഞാൻ പറഞ്ഞോളാം. റിഹേഴ്സൽ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടമായി. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പം അന്ന് മറ്റേ ഇതാണല്ലോ ഫിലിമൊക്കെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേക്ക് ഒക്കെ ആയപ്പോൾ തന്നെ സിബി മലയിൽ സാർ വന്നിട്ട് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയ അത് കരയണാണ്. TS രാജേട്ടൻ തല്ലണതാ. ആരാണ് ആ പുള്ളി ഇങ്ങനെ വന്ന് അതൊരു തമാശ പറയണ. അപ്പോൾ അതിനുശേഷം പിന്നെ ആ പടത്തിൽ കുറേ സീനുകളിൽ എനിക്ക് ഡയലോഗൊക്കെ തന്നു. അത് കഴിഞ്ഞ് സിബി സാറുടെ അമൃതം എന്ന് പറയുന്ന സിനിമയിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നു. അപ്പോൾ എനിക്കൊന്ന് സിബി സാറിന് അവിടെ എവിടെയോ ക്ലിക്ക് ചെയ്തു. ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു നല്ല ആക്ടർ ആണ് എന്നുള്ള സാറിന് മനസ്സിലായി തോന്നുന്നു. അങ്ങനെ വന്നു. അതെ, ഓക്കെ. ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഒരുപാട് നല്ലൊരു എന്താ പറയുക ടേണിംഗ് പോയിന്റ് ആണ് വിഷ്ണുവിന് ശരിക്കും തന്നത്. കുഞ്ഞുനാൾ മുതലേ കലയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും ഭയങ്കര ഒരു ആക്ടർ ആവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ചെറുപ്പം മുതലേ ആക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെ കൂട്ടുകാരൊക്കെ പറയും ഇവൻ വലുതാവുമ്പോൾ സിനിമ നടനാവട്ടെന്നൊക്കെ പറയും. അപ്പം ഞാൻ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണോ ബുദ്ധിയില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ ഉള്ളിനുള്ള ഞാൻ എന്തായാലും സിനിമ നടനാവാനുള്ള ആളാണല്ലോ. ഞാൻ വേറെ ഒന്നിനു വേണ്ടി അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ വേറെ ഒന്നിനും രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ്, മഹാരാജസിലാണ് പഠിച്ചത്. അപ്പോഴും എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴത്തേക്കും സിനിമയിൽ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ പടത്തിലൊക്കെ ചെറിയ വേഷമൊക്കെ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ് കട്ടപ്പനയിൽ ഹീറോ ക്യാരക്ടറൊക്കെ അഭിനയിച്ചതിന് ശേഷം ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു നായകനാവാൻ പറ്റുമെന്ന്? അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയണത് അത് ശരി, അപ്പോൾ നമ്മളിന്ന് നായകനായിട്ടൊന്നും. അല്ല ശരിക്കും ഞാൻ ചോദിക്കുന്നത് അതിനകത്തൊരു ഡയലോഗ് തന്നെ അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ വരുന്നതും അതുമെല്ലാം. ശരിക്കും അതേപോലെ ആ ഒരു ക്യാരക്ടർ കഷ്ടപ്പെട്ടതുപോലെ ഒരു ആക്ടർ ആവാൻ വിഷ്ണു ശ്രമിച്ചിട്ടുണ്ടോ? അത് ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ കിച്ചു എന്ന് പറയുന്ന കഥാപാത്രം ഒരു കുറേയൊക്കെ ഞാനും ആണ് അതില്. ഞാൻ മാത്രമല്ല, ഒത്തിരി നമ്മുടെ നാട്ടിലെ സിനിമാ മോഹമായിട്ട് നടക്കണ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് അതിലെ ക്യാരക്ടർ. അതിനകത്തെ ക്യാരക്ടറിനകത്ത് ശരിക്കും പറഞ്ഞാൽ അമ്മയോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ക്യാരക്ടർ അല്ലേ? അതിനകത്ത് ഒരു ഭയങ്കര സെന്റി ആയിട്ടൊരു ഡയലോഗ് ഉണ്ട് ഇല്ലേ മോളെ? എല്ലാവർക്കും അറിയാം. അത് അമ്മയോട് ചൂടാവാൻ നേരത്ത് ദാസപ്പ നീ എന്തിനാണ് ഈ അമ്മയോടൊക്കെ ചൂടാവണേ ചോദിക്കണ. അപ്പൊ ചോദിക്കേ മൊത്തം ചോദിക്കേ. ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പിന്നെ അല്ലാണ്ട് അത് കേൾക്കാനാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ദാസപ്പന്റെ മറുപടി പറയണം. അന്ന് എന്നോട് പറയൂ, ഞാൻ പറയാം. ദാസപ്പന്റെ മറുപടി എന്താന്ന് ഓർമ്മയുണ്ടോ? ധർമ്മേട്ടൻ പറയണ മറുപടി ഞാൻ പറയാം. അല്ല പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു.
പറയൂ ആ ഡയലോഗ് പറയും. എടാ ദാസപ്പാ, നീ അമ്മയോടൊന്നും ഇങ്ങനെ ചൂടാവില്ല കേട്ടോ. മറുപടി പറയാൻ പറ. ഞാൻ എന്താ പറഞ്ഞുതരും, ഞാൻ പറയാ എന്താ ഡയലോഗ്. മറുപടി പുള്ളി പറഞ്ഞ, നമുക്ക് ഈ ലോകത്ത് നമ്മളെ വിട്ട് പോവില്ല, നമ്മളെ വിട്ട് പോവില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരാളുകൾ, അത് നമ്മുടെ അമ്മയാണ്. ഇതാണ് ദാസപ്പൻ പറയണ മറുപടി. അതുകൊണ്ടാണ് ആ തരത്തിലാണ് നമ്മൾ ചൂടാണ്. അപ്പം കിച്ചു പറയും, അത് വെറുതെ തോന്നണാട്ടോ, നിന്റെ അമ്മ കൂടെ ഉള്ളോട് തോന്നണാട്ടോ, നാളെ ഇവരില്ലാത്തൊരു സമയം വരും. അപ്പോൾ ഭയങ്കര സങ്കടാടാ, നമുക്ക് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് ശരിക്കും അല്ലേ, നമ്മൾ എപ്പോൾ കേട്ടാലും ഈവൻ അത് ക്യാരക്ടറിൽ പോലും അല്ല, അല്ലാതെ നമ്മൾ ചുമ്മാ കേൾക്കുവാണെങ്കിലും ആ ഒരു അല്ലേ, നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു സാധനം. അത് വിട്, വിഷമിക്കുന്ന സാധനമൊന്നും വേണ്ട. വിഷ്ണു നല്ലതായിട്ട് പാട്ട് പാടൂല്ലേ വിഷ്ണു? ഇവളാണ് പാട്ട് പാടുന്നത്. വിഷ്ണു പാടൂല എന്ന് പറയരുത്, ലോകം മുഴുവൻ കേട്ടതാ മോനെ. ഏത് പാട്ട്? നിത്യഹരിത നായകനില് വേറെ ആരുമില്ലല്ലോ പാടിയേ. അത് ഇങ്ങനെ വെറുതെ മൂളിപ്പാട്ട് പാടിയതാണോ? അതൊന്ന് മൂളിയേ ഞങ്ങളൊന്ന് കേൾക്കാം. അല്ല, നമുക്ക് യഥാർത്ഥ പാട്ടുകാരുണ്ട്, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്താൽ പോരെ. അല്ലെങ്കിലും പാടും. ആ, ഞാൻ പാടുപെടും. ഞാൻ സപ്പോർട്ട് ചെയ്യാം. പിച്ച് മാറിപ്പോയെന്ന് പറയാൻ പിച്ചരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. മൂങ്കിൽ തോട്ടം മൂലിഹവാസോ നിറഞ്ഞ മൗനോ നീ പാടും ഗീതോ പൗർണമീരവ് പനി വീഴും കാട് ഒത്തയടിപ്പാത കൂടെ പൊടിനട ഇത് പോതും എനക്ക് ഇത് പോതുമേ വേറെന്ന വേണു നീ പോതുമേ. നന്നായിട്ട് പാടിയിട്ടാണ് വിഷ്ണു അറിഞ്ഞൂടാ. അയ്യോ, ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ പാടും. ഇവിടെ എന്നത്തിനാണ് ടെൻഷൻ? ഇവിടെ ഒരു ടെൻഷനും വേണ്ട.